ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓവനും ബീറ്ററും കുക്കറും ഒന്നും ഉപയോഗിക്കാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മാർബിൾ കേക്ക് അല്ലെങ്കിൽ സീബ്ര കേക്ക് എന്നൊക്കെ പറയുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 1.5 കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പെടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുക. 1.5 കപ്പാണ്. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ്സിലൊന്ന് അളന്നെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ, നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒരു 1/2 ടീസ്പൂണോളം അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുക. പിന്നെ ഈ അരിപ്പയും അതുപോലെ സ്പൂണായാലും ഗ്ലാസ്സായാലും പാത്രമായാലും ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു ബൗളെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കുക കേട്ടോ. ഒട്ടും തന്നെ നനവുണ്ടാകാൻ പാടില്ല. ഇനി ഈ ഒരു ബൗളിന് പകരം മിക്സിൻ്റെ ജാറുണ്ടല്ലോ, ജാറ് ഒട്ടും തന്നെ നനവില്ലാതെ, അഥവാ നനവൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുത്തതിന് ശേഷം മാത്രം 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു പാത്രത്തിലാക്കി കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് കപ്പിലാണോ മൈദ അളന്നെടുത്തത് അതേ കപ്പ് തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിലും യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. അല്ലാഞ്ഞാൽ നമ്മുടെ കേക്ക് ഒട്ടും തന്നെ പെർഫെക്റ്റ് ആവില്ല. അതുപോലെ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേ സെയിം കപ്പിന് തന്നെ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് പാലും കൂടിയും ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ പാലെടുക്കുന്നതും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെടുക്കുന്നതും ഒട്ടും തന്നെ തണുപ്പുണ്ടാവാൻ പാടില്ല, റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് ഹൈ സ്പീഡിലിട്ടുകാണ്ട് മിക്സിൻ്റെ ജാറിലിട്ടുകാണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വാനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതിട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ വാനില എസൻസ് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ഈ മുട്ടൻ്റെ മിക്സിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഈ ഒരു മൈദൻ്റെ ഇതുണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് കുറച്ചായിട്ട് ഇട്ടുകാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അധികം എന്താ പറയുക, സ്പീഡിലാക്കിയാണ്ട് അങ്ങനെ ആക്കേണ്ട, മെല്ലെ മെല്ലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. നിങ്ങളെ കയ്യിൽ വിസ്കോ ഫോർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഇതിപ്പം കട്ടൊന്നുമില്ലാതെ മിക്സായി കിട്ടും. അല്ല സ്പൂൺ വെച്ചാലും നമുക്ക് കുറച്ച് ടൈം എടുത്താണ്ട് ഇത് മെല്ലെ മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താണ് മിക്സാക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അങ്ങനെ എല്ലാതും ഞാനിതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ബാറ്ററിൽ നിന്ന് കുറച്ച് ഒരു 1/4 ബാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് ഞാനൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. അതേപോലെ കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എത്രയാണോ നമ്മൾ കൊക്കോ പൗഡർ എടുക്കുന്നത് അതേ സെയിം അളവിൽ തന്നെ നമ്മൾ പാലോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളമോ എന്തായാലും കുഴപ്പമില്ല, പച്ചവെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. കാരണം ഈ 2 ബാറ്ററും ഒരേ തിക്നെസ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാൽ ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും 2 ബാറ്ററായി നിൽക്കും. കാരണം കൊക്കോ പൗഡർ ഇടുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു അളവിന് തന്നെ കൊക്കോ പൗഡർ എത്രയാണ് ചേർക്കുന്നത് ആ അളവിന് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏത് പാത്രത്തിലാണോ ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ അടിയിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ടൊന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബാറ്റർ നമ്മൾ ആദ്യം വൈറ്റ്
ബാറ്ററും പിന്നെ ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സും അങ്ങനെ രണ്ടും കുറച്ചിച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡിസൈന് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഡിസൈനാക്കി കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിൽ തടവി കൊടുത്താണ്ട് അതിൻ്റെ മേലെ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏതെങ്കിലും പഴയൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു തെരികെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാസറോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവില്ലേ, അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വേണം ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ നല്ലൊരു വെയിറ്റ് വെക്കുക കേട്ടോ. അങ്ങനെ ഒരു 40 മിനിറ്റാണ് എനിക്കിപ്പോൾ അത് കുക്കായിട്ട് വരാനുള്ള ടൈം ആയത് കേട്ടോ. 40 മിനിറ്റാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ 40 മിനിറ്റ് ആയതിനു ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു 25 മിനിറ്റ് ആവാതെ ഇത് തുറന്ന് നോക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ പൊന്തി വന്നത് അതേപോലെ താന്നു പോവും. അപ്പോൾ ഒരു 30-35 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നല്ല തണുത്തതിന് ശേഷം ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കാപ്പിപ്പൊടിയാണ് കേട്ടോ, കൊക്കോ പൗഡർ അല്ല, കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. രണ്ട് കളറും കൂടി മിക്സ് ആയതുകൊണ്ട് ഈ ഒരു ഡാർക്ക് കളറ് വൈറ്റിലും കൂടി മിക്സ് ആയിട്ട് മൊത്തത്തിലൊരു ഡാർക്ക് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ടേസ്റ്റിലൊരു കുറവുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഇനി അതുപോലെ നല്ല സ്പോഞ്ചായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് ഈ ഒരു ബാറ്റർ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഇതുപോലെ ചെയ്തുകൊണ്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ല സ്പോഞ്ചായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് ഓവനോ ബീറ്ററോ കുക്കറോ ഒന്നും വെച്ചിട്ടല്ല ചെയ്തത്. നമ്മൾ സാധാ നോർമൽ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം നമ്മൾ ഈ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് 1-2 കാര്യങ്ങൾ മതി ഫ്ലോപ്പായി പോകാൻ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലോപ്പായി പോകും കേട്ടോ. ഇതുപോലെ പൊങ്ങി കിട്ടില്ല. അപ്പം ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. നമ്മൾ നോർമൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മളെ ചാനലിൽ ഇപ്പം 500 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. 500 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം ഈ ഒരു കേക്ക് സിമ്പിളല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.